കേറ്റഡ് LPUP പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ അഗസ്റ്റ് ഫ്രോബലിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്താലോ? അപ്പൊ നോക്കാം, അഗസ്റ്റ് ഫ്രോബൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ആരാണ് അഗസ്റ്റ് ഫ്രോബൽ? അദ്ദേഹം ജർമ്മനിയിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു ജർമ്മൻ ദാർശനികനായിരുന്നു. ഇനി പ്രകൃതിവാദത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്ന ആരാണ്? അഗസ്റ്റ് ഫ്രോബലാണ്. അവൻ നോക്കാം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്ന് പറഞ്ഞാൽ കളിരീതി ഉപജ്ഞാനം എന്നറിയപ്പെടുന്ന അഗസ്റ്റ് ഫ്രോബലാണ്, അല്ലെങ്കിൽ ഫ്ലേവിയ മെത്തേഡ് ഉപജ്ഞാനം എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അഗസ്റ്റ് ഫ്രോബലാണ്. ഇവിടെ മനസ്സിലാക്കാം, കുട്ടികളുടെ പൂന്തോട്ടം അല്ലെങ്കിൽ ബാല ഉദ്യാനം അല്ലെങ്കിൽ കിൻഡർ ഗാർഡനുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്ന് വെച്ചാൽ അഗസ്റ്റ് ഫ്രോബലാണ്. ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത് അഗസ്റ്റ് ഫ്രോബലാണെന്ന് ഓർത്തു വെക്കാം. ഇനി കുട്ടികൾക്ക് സമ്മാനങ്ങളും പ്രവർത്തനങ്ങളും നൽകി ഗിഫ്റ്റ് ആൻഡ് ഒക്കുപേഷനുമായി ബന്ധപ്പെട്ടത് ആരാണ്? അഗസ്റ്റ് ഫ്രോബലാണ്. കുട്ടികൾക്ക് സമ്മാനങ്ങളും പ്രവർത്തനങ്ങളും നൽകി, അതായത് കുട്ടികൾക്ക് സ്വയം പ്രവർത്തനത്തിനും സ്വയം പഠനത്തിനും പ്രാധാന്യം കൊടുത്തു. സ്വയം പ്രവർത്തനത്തിനും സ്വയം പഠനത്തിനും ഊന്നൽ നൽകിയ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് അഗസ്റ്റ് ഫ്രോബലാണ്. അടുത്ത് നോക്കാം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശസ്ത വചനം കൂടെ മനസ്സിലാക്കുക. വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുമെന്ന വചനം ബന്ധപ്പെട്ട വ്യക്തിത്വം ആരെന്ന് വെച്ചാൽ അത് അഗസ്റ്റ് ഫ്രോബലാണെന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം, അഗസ്റ്റ് ഫ്രോബൽ ആരായിരുന്നു? അദ്ദേഹം ഒരു ജർമ്മൻ ദാർശനികനായിരുന്നു. അദ്ദേഹം പ്രകൃതിവാദത്തിന്റെ വക്താവ് എന്നറിയപ്പെടുന്നു. ഈ കളി രീതിയുടെ ഉപജ്ഞാനം അല്ലെങ്കിൽ ഫ്ലേവിയ മെത്തേഡ് ഉപജ്ഞാനം എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? അഗസ്റ്റ് ഫ്രോബലാണ്. ഇത് നോക്കാം, കുട്ടികളുടെ പൂന്തോട്ടം അല്ലെങ്കിൽ ബാല ഉദ്യാനം കിൻഡർ ഗാർഡനുമായി ബന്ധപ്പെട്ട വ്യക്തിത്വം ആരാണ് വെച്ചാൽ അഗസ്റ്റ് ഫ്രോബലാണ്. ആദ്യത്തെ കിൻഡർ ഗാർഡൻ സ്ഥാപിച്ചത് ആരാണ്? അഗസ്റ്റ് ഫ്രോബലാണ്. നോക്കുക, ഇനി കുട്ടികൾക്ക് സമ്മാനങ്ങളും പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഗിഫ്റ്റ് ആൻഡ് ഒക്കുപേഷൻ നൽകിയ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തി ആരെന്ന് വെച്ചാൽ അത് അഗസ്റ്റ് ഫ്രോബലാണ്. ഇനി സ്വയം പ്രവർത്തനത്തിനും സ്വയം പഠനത്തിനും ഊന്നൽ നൽകിയ വ്യക്തിത്വം ആരാണെന്ന് വെച്ചാൽ അഗസ്റ്റ് ഫ്രോബലാണ്. അദ്ദേഹത്തെ പ്രധാനപ്പെട്ട ഒരു വചനം കൂടി മനസ്സിലാക്കി വെക്കുക, വരൂ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അഗസ്റ്റ് ഫ്രോബലിനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം.